ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫ്രീ ആയിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ആപ്പ് പരിചയപ്പെടുത്താനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂണിസോൺ എന്ന് പറഞ്ഞ ആപ്പാണ്. ഇത് മൊത്തം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇത് മൊത്തം നമ്മൾ മണി മേക്കിംഗ് ആപ്പാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത് നമുക്ക് ഷുവറായിട്ട് എന്തായാലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ബാലൻസ് 50 റുപ്പീസാണ് ഉള്ളത്. ഓക്കെ, നമ്മളിനി ഇങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ആപ്പ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർഫേസിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിൽ കണ്ട ഗെറ്റ് ഫ്രം ഗൂഗിൾ, അതിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക, പിൻ കോഡ്. അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഫീമെയിൽ മെയിൽ അത് കൊടുക്കുക, നമ്മുടെ ഭാഷ മലയാളം കൊടുക്കുക. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക ആ അക്കൗണ്ടിൽ ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരിക. ഇത് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിവിടെ കണ്ടില്ല ന്യൂ ആർട്സ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഈ ന്യൂ ആർട്സ് എന്ന് പറഞ്ഞ വ്യൂ ഓൾ ഉണ്ട്. അതിൽ പിടിച്ച് നിൽക്കുക. അതിൽ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ന്യൂ ആർട്സ് വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് കാണുന്ന ഇതിലാണ്. ഓക്കെ, ഇതിലെല്ലാം വരും. ഓക്കെ, ബാക്ക് അടിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഷെയർ ആർട്സ് കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ ഷെയർ ആർട്സ് കാണിക്കുക. അതിൽ നമ്മൾ ആഡ്സ് ഷെയർ ചെയ്തതും നമുക്ക് കിട്ടിയ ഏണിങ്സും എല്ലാം കാണിക്കുന്ന അതിലാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ആർട്സിൻ്റെ അവിടെ ആയിരിക്കും ഇതുപോലെ N24 എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് ആർട്സ് വരിക. ആർട്സ് വരുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എത്ര റുപ്പീസ് കിട്ടുമെന്ന് അതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ അതിൽ പിടിച്ച് നിൽക്കുക. നമ്മളപ്പോൾ നേരെ നമുക്ക് പോകുന്നത് നമ്മുടെ വാട്സപ്പിലേക്കായിരിക്കും പോവുക. എന്നിട്ട് നമ്മൾ വാട്സപ്പിലെടുക്കുക, നമ്മൾ സ്റ്റാറ്റസ് ഇടുക. സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോഴേക്കും അതിൽ അധികം വ്യൂവേഴ്സ് ഇല്ലെങ്കിലും വ്യൂവേഴ്സിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുക. പക്ഷേ അധികം വ്യൂവേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഷെയർ ആഡ്സ് നിൽക്കുക. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ടതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു ആഡ് വന്നായിരുന്നു. അപ്പം ഞാനത് സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കണ്ട ഏണിംഗ് പ്രോഗ്രസ്, പിന്നെ കംപ്ലീറ്റിംഗ് ഇൻ 18 ഹവേഴ്സ്. അതായത് അടുത്ത ദിവസം ഇതേ സമയമാകുമ്പോഴേക്കും നമ്മൾക്ക് എത്ര വ്യൂവേഴ്സ് ആയി എന്നുള്ളത് നമ്മൾ ആ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് ഷെയറിംഗ് വിൽ ബി എൻഡഡ് ഇൻ കണ്ട 10 ഹവേഴ്സ് എന്ന് എഴുതിയേക്കുന്ന അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് വരും സബ്മിറ്റ് ചെയ്യാനായിട്ട്. ആ സ്ക്രീൻഷോട്ട് നമ്മളതിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ 1 അവർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് നമ്മൾ അധികം വ്യൂവേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് പൈസ കയറും. അതായത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാലും മതി. ഓക്കെ, ഇനി ഇതിൽ ഞാൻ വിഡ്രോ ചെയ്തേക്കുന്നത്, അതായത് ഇമ്പാക്റ്റ് കണ്ടില്ലേ? ഞാൻ ഇതിൽ ഏണിംഗ് സ്റ്റിൽ നൗ എന്ന് പറഞ്ഞേക്കണം. ഇതിൽ 155 രൂപ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ റെഡീമബിൾ അറ്റ് 15. ആദ്യത്തെ നമുക്ക് 15 ആകുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് 15 ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടില്ലേ, നമുക്ക് 15 ചെയ്യാൻ പറ്റും, പിന്നെ 25, പിന്നെ 15, പിന്നെ തൊട്ട് നമുക്ക് 15 ആണ് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ തൊട്ട് നമുക്ക് 50 ആണ് ആ ടൈം ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് ഇത് കൂടാണ്ട് നമുക്ക് റെഫർ ആൻഡ് ഏണും കൂടി ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ മെയിൻ. മീൻസ് അതായത് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും. കണ്ടില്ലേ, 10 അത് റെഫറൽ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെയിലും കുറേ പേര് ചെയ്യുന്ന അവരത് സൈനപ്പ് ചെയ്ത് അവരും അത് ആഡ് പ്ലേസ് ചെയ്ത് അവർക്കും പേയ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റാണ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ജസ്റ്റ് ആഡ് ഇടുക. വ്യൂവേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് സ്റ്റാറ്റസ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഏണിങ്സ് കിട്ടാവുന്നൊരു സിമ്പിൾ ആപ്പാണ് ഞാനിപ്പോൾ ഇതാക്കിയത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും പൈസ ഉണ്ടാക്കുക. ഒരു കുറച്ചായാലും നമുക്ക് കിട്ടുന്ന ഏണിങ്സ് നമുക്ക് നല്ലതാണ്. അതും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ എന്തായാലും ഏൺ ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്രോവൽ മെത്തേഡ്സ് ഒക്കെ നോക്കാം. അതായത് നമ്മൾ ഈ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഇവർ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനായിട്ടുള്ള ഇത് വരും. അപ്പോൾ നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ യൂണിസോൺ ബൈക്ക് അതായത് നമുക്ക് വാട്സപ്പിൽ ഒരു ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കും. എനേബിൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് അവർ പറയുന്ന പോലെ നിൽക്കുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി വാട്സപ്പിൽ എനേബിൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അത് ഇതുപോലെ അവർ മെസ്സേജ് അയക്കും. അപ്പോൾ നമ്മൾ ഗെറ്റ് മൈ റെഫർ ലിങ്ക് അവർ തന്നെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. കണ്ടില്ലേ, ഗെറ്റ് മൈ റെഫർ ലിങ്ക്. അപ്പോൾ നമ്മൾ അതിൽ പിടിച്ചേക്കുമ്പോൾ ഇങ്ങനെ വരും, ഇതുപോലെ വരും. അതുപോലെ എനേബിൾ നോട്ടിഫിക്കേഷൻസ് വരും. നമുക്ക് ഒന്നും കൂടി ഞാൻ ലോഗിൻ ചെയ്തതാണ് കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെക്ക് ന്യൂ ആഡ്സ്, അതായത് അതിൽ തന്നെ നമ്മുടെ യൂണിസോണിൽ തന്നെ ചെക്ക് ന്യൂ ആഡ്സ് വരുമ്പോഴായിരിക്കും വരുന്നത്. അതിൽ ആഡ്സ് വരുമ്പോൾ ഇവർ ആഡ്സ് വരുന്നു എന്നും ആഡ്സ് ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയും. ഓക്കെ, നമ്മളിനിയിപ്പോൾ റെഡീം ചെയ്തതാണ് കാണിക്കണം. അതായത് കണ്ടില്ലേ, ഞാനിപ്പോൾ റെഡീം ചെയ്യണ സമയമായപ്പോൾ കണ്ട യൂണിസോൺ പേയ്മെൻറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞ് അവരെനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ റെഡീം നിൽക്കുമ്പോൾ അവരൊരു ലിങ്ക് തരും.
ഈ ലിങ്കിൽ ഞാൻ നെക്കിയിട്ട് 15 റുപ്പീസാണ് ഞാൻ ചെയ്യുന്നത്. ഈ ലിങ്കിൽ ഞാൻ നിൽക്കാൻ നേരത്ത് അവരതിൽ UPID ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ഞാൻ UPIDയും എൻ്റെ കറക്റ്റ് പേരും അടിച്ചു കൊടുക്കും. അടിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും എൻ്റെ പേയ്മെൻറ്റ് കറക്റ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മെസ്സേജുകളിലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടില്ലേ, സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ കണ്ടില്ലേ, അർജൻറ്റ് അലേർട്ട് യൂണിസോൺ അക്കൗണ്ട് ലാസ്റ്റ് പ്ലേസ്മെൻറ്റ് ഈസ് സൂൺ. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടത് പിറ്റേ ദിവസം നമുക്ക് സ്ക്രീൻഷോട്ട് ഇടാനായിട്ടുള്ള ടൈമാവും. കാരണം ചിലവർ മറന്നു പോകത്തില്ലേ, അപ്പം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇവർ നമ്മൾ ഓർമ്മിപ്പിക്കുക. അതായത് ഇതുപോലെയാണ് സ്റ്റാറ്റസ് ഇടാനായിട്ടുള്ള സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈമായി എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂ പിടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ നേരെ യൂണിസോണിൽ കയറും. യൂണിസോണിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ടിൻ്റെ സെഗ്മെൻ്റ് എത്തും. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടത്, അതായത് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ സ്റ്റാറ്റസ് ഇട്ടേക്കാൻ നോക്ക്, ഇതാണ് എൻ്റെ സ്റ്റാറ്റസ്. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഇട്ട് വ്യൂവേഴ്സ് ആയി കഴിയുമ്പോഴേക്ക് തന്നെ ഞാനിതിൽ വ്യൂവേഴ്സായി. അവസാനം ഈ വ്യൂവേഴ്സിൻ്റെ ഇത് തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിന് അവരുടെ അതിലേക്ക് അയച്ചു കൊടുക്കും. അവസാനം എനിക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാം. ഇതുപോലെ മണി ഏണിങ് ആപ്സിനും അതുപോലെ തന്നെ കുറേ നമുക്ക് ന്യൂ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.